ഈ അടുത്ത് ബിഗ് ബോസ് പ്രൊമോ വീഡിയോയിൽ മോഹൻലാൽ പറയുന്നത് കേട്ടപ്പോഴാണ് അതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് കരുതിയത്. സംഭവം ഇതാണ്: മോഹൻലാൽ വരുന്നു, കണ്ടസ്റ്റൻസ് എല്ലാം ഭയഭക്തി ബഹുമാനത്തോടെ സ്കൂൾ കുട്ടികളെ പോലെ ഇരിക്കുന്നു. ഉടനെ മോഹൻലാൽ സ്കൂൾ ടീച്ചറെ പോലെ തുടങ്ങുന്നു. നിങ്ങളെക്കുറിച്ച് മഹാമോശം അഭിപ്രായമാണ് പുറത്ത്. ആളുകൾ എന്തൊക്കെയാണ് പറയുന്നതെന്നറിയോ? ഇത്രയും മോശമായ ഒരു ബാച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തൊക്കെ മോശം വാക്കുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? കുടുംബമായിട്ട് ആളുകൾ കാണുന്ന ഷോ അല്ലേ? അങ്ങനെ ഇത് കേട്ട് കണ്ടസ്റ്റൻസിന്റെ മുഖം പാടുന്നു. നമ്മൾ സ്കൂളിലായിരുന്നപ്പോൾ ടീച്ചേഴ്സ് നമ്മുടെ ക്ലാസ്സിനെ പറ്റി പറയുന്ന അതേ ഡയലോഗും അപ്പോൾ നമ്മൾ ഇടുന്ന അതേ എക്സ്പ്രഷനും. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. മോഹൻലാൽ ഈ ആഴ്ചയിൽ വന്ന് ഇങ്ങനെ നെഞ്ചുപൊട്ടി ഗുണദോഷിക്കുന്നത് എല്ലാം തികഞ്ഞ പെർഫെക്റ്റ് ആയ, അതും ആരെയും ബുള്ളി ചെയ്യാത്ത വളരെ പ്രശാന്ത സുന്ദരമായ ഒരു ബിഗ് ബോസ് പരിപാടി നമുക്ക് കാഴ്ചവെക്കാനല്ല. സംഭവം എങ്ങനെയായാൽ അത് കാണാൻ ഒരു പൂച്ചക്കുഞ്ഞു പോലും ഉണ്ടാകില്ല എന്ന് ഇത് പറയുന്ന മോഹൻലാലിനും അറിയാം. അതായത് മോശം വാക്കുകൾ പറയുമ്പോൾ, തല്ലുണ്ടാകുമ്പോൾ, ബുള്ളി ചെയ്യുമ്പോൾ, പരസ്പരം പാര വെക്കുമ്പോൾ, ബാക്ക് സ്റ്റാബ് ചെയ്യുമ്പോൾ, പ്രേമനാടകം കളിക്കുമ്പോഴൊക്കെ മനസ്സിൽ വെൽഡൻ മക്കളെ വെൽഡൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഫേക്ക് സാരോപദേശമാണ് ഇത്. ഈ ബിഗ് ബോസ് എന്ന പരിപാടി സ്ക്രിപ്റ്റഡ് അല്ലെങ്കിലും അതിന്റെ ഒരു ബേസിക് ഐഡിയ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയാം. കുറേയധികം ആളുകൾക്ക് ചുമ്മാ കുറച്ച് ആളുകളെ മറ്റു കുറച്ച് ആളുകൾ ബുള്ളി ചെയ്യുന്നതും വേദനിപ്പിക്കുന്നതും കളിയാക്കുന്നതും പരിഹസിക്കുന്നതും ഹ്യൂമിലിയേറ്റ് ചെയ്യുന്നതും കാണാൻ ഇഷ്ടമാണ് എന്ന തിരിച്ചറിവാണ് ബിഗ് ബോസ് എന്ന ഷോയുടെ പിറവിക്ക് കാരണം. പക്ഷെ അങ്ങനെ ഇഷ്ടമാകണമെങ്കിൽ ഈ ബുള്ളി ചെയ്യപ്പെടുന്ന വ്യക്തികളോട് ഈ ആളുകൾക്ക് നല്ല കലിപ്പ് തോന്നിയിരിക്കണം. അതായത് പണ്ട് കാലത്ത് രണ്ട് മനുഷ്യർ തമ്മിൽ ഏറ്റുമുട്ടി അതിലൊരു മനുഷ്യനെ മറ്റേ മനുഷ്യൻ കൊല്ലുന്നത് കണ്ട് കൈയടിച്ച് രസിക്കാൻ കാണികളുണ്ടായിരുന്നു. അതൊരു വിനോദമായിരുന്നു, ഒരു ഗെയിം ആയിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. കാലം പുരോഗമിച്ചപ്പോൾ ആ സംഭവം പ്രാകൃതമായി. പക്ഷെ ആ മൈൻഡ് സെറ്റ്, ആ സാഡിസ്റ്റ് സ്വഭാവം നമ്മളിൽ ഇപ്പോഴും ഉള്ളതുകൊണ്ട് അത് മുതലെടുക്കാൻ കോർപ്പറേറ്റുകൾ ഇന്നത്തെ സമൂഹത്തിന് ചേരുന്ന രീതിയിൽ ഒരു ഗെയിം കണ്ടുപിടിച്ചു. അതാണ് സത്യത്തിൽ ബിഗ് ബോസ്. ബിഗ് ബോസിൽ കാണികൾ ചിലരെ ശത്രുക്കളായി കാണുന്നു, അവരോട് അടങ്ങാത്ത കലിയാകുന്നു. അപ്പോൾ അവരെ തകർക്കാൻ ഒരേ ഒരു രാജാവ് വരുന്നു. ബിഗ് ബോസ് ആണെങ്കിൽ എല്ലാ ആഴ്ചയും സാരോപദേശം കൊടുക്കാനും കണ്ടസ്റ്റൻസിനെ നിർത്തിപ്പൊരിക്കാനും അതുവഴി കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഉന്മാദം കിട്ടാനും മോഹൻലാലിനെ അയക്കുന്നു. ബിഗ് ബോസിന് ഈ പ്രവൃത്തികളൊന്നും തീരെ ഇഷ്ടമില്ല എന്ന മട്ടിൽ ഇത്തവണ പ്രേക്ഷകരുടെ ഹേറ്റ് സമ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ജാസ്മിൻ ഗബ്രി കൂട്ടുകെട്ടാണെന്ന് തോന്നുന്നു. പ്രേക്ഷകർക്ക് കലിയെന്ന് പറഞ്ഞാൽ മഹാകലിപ്പാണ് ഇവരോട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ബിഗ് ബോസ് പ്രൊമോ എല്ലാം ഇവരെ ചുറ്റിപ്പറ്റിയാണ്. ഇവരാണ് മെയിൻ കണ്ടന്റ്. ഇവരോടുള്ള വെറുപ്പിൽ പുളയുകയാണ് പ്രേക്ഷകർ. അതുകൊണ്ട് നല്ല റേറ്റിംഗും ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നല്ല സ്നേഹമുള്ളവരെയും നമ്മൾ ഫോളോ ചെയ്യും, അതുപോലെ നല്ല വെറുപ്പുള്ളവരെയും നമ്മൾ ഫോളോ ചെയ്യും. അത് ബിഗ് ബോസിന് നന്നായി അറിയാം. ഇനി പ്രേക്ഷകർക്ക് കാണേണ്ടത് ജാസ്മിനെയും ഗബ്രിയെയും ബുള്ളി ചെയ്യുന്നതും പരിഹസിക്കുന്നതും നിർത്തിപ്പൊരിക്കുന്നതും ഒക്കെയാണ്. അങ്ങനെ വരുമ്പോൾ റേറ്റിംഗ് പിടിച്ചാൽ കിട്ടില്ല. അതിനുവേണ്ടി പുറത്തുനിന്ന് ഈ ഹേറ്റ് എല്ലാം കണ്ടുപിടിച്ച കുറച്ച് പേരെ ബിഗ് ബോസ് കളിക്കളത്തിലേക്ക് അങ്ങ് ഇറക്കി വിട്ടു. വൈൽഡ് കാർഡ് എൻട്രി ആയി. ഇപ്പോൾ പ്രേക്ഷകർക്ക് ചാകരയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ സാഡിസ്റ്റിക് പ്രഷർ അവർ അനുഭവിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ബിഗ് ബോസ് എന്ന ആ ബിഗ് മാനിപ്പുലേറ്റർക്ക് ചിരി വരുന്നുണ്ടാകും. ബിഗ് ബോസ് എന്ന ഈ മോഡേൺ മല്ലയുദ്ധം കൊണ്ട് ആർക്കാണ് ഗുണം? പ്രേക്ഷകർക്ക് എന്താണ് ഗുണം? ബിഗ് ബോസിന്റെ പ്രൊഡ്യൂസർക്കാണ് ഏറ്റവും വലിയ ഗുണം. പിന്നെ ഗുണമുള്ളത് അതിൽ പങ്കെടുക്കുന്നവർക്കും. കാണുന്നവരുടെ ജീവിതത്തിലെ കുറെ സമയം പോയി കിട്ടും. കുറെ നെഗറ്റിവിറ്റി അഥവാ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സാഡിസ്റ്റിനെ എല്ലാ വർഷവും ഒന്ന് എണീപ്പിച്ച് അർമാദിക്കാൻ വിടാം എന്നതൊഴിച്ചാൽ കാണുന്നവർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പിന്നെ ഇതിനെ പുറമേ നിന്ന് കാണുന്നവർക്ക് മനുഷ്യനൊരു ഡിക്റ്റേറ്റർഷിപ്പിൽ എങ്ങനെ പെരുമാറും, പരമാധികാരം എങ്ങനെ ഉപയോഗിക്കാം, മറ്റുള്ളവരെ എങ്ങനെയൊക്കെ ബുള്ളി ചെയ്യാം എന്നതൊക്കെ മനസ്സിലാക്കുകയും ചെയ്യാം. ഈ ബിഗ് ബോസ് പ്രൊമോയ്ക്ക് താഴെ വരുന്ന കമന്റ്സ് കാണുമ്പോൾ ചിരി വരും, പേടിയും തോന്നും. അങ്ങനെയുള്ള ഒന്ന് രണ്ട് കമന്റ്സ് പറയാം. ജാസ്മിനും ഗബ്രിയും പ്രേമനാടകം കളിക്കുന്നത് കൊണ്ട് എന്റെ 10 വയസ്സുള്ള മോന് ബിഗ് ബോസ് കാണാൻ പറ്റുന്നില്ല. അവൻ ബിഗ് ബോസിന്റെ വലിയ ആരാധകനാണ്. അതുകൊണ്ട് ബിഗ് ബോസ് എത്രയും പെട്ടെന്ന് അവരെ ഒഴിവാക്കണമെന്നാണ് ഒരു കമന്റ്. 10 വയസ്സുള്ള മോൻ ബിഗ് ബോസിൽ ചതി, വഞ്ചന, ബുള്ളിയിങ്, വളഞ്ഞിട്ടാക്രമിക്കൽ ഇതൊന്നും കാണുന്നതിൽ അങ്ങേർക്ക് ഒരു പ്രശ്നവുമില്ല. പ്രേമം മാത്രമാണ് പ്രശ്നം. 10 വയസ്സുള്ള കുട്ടിക്ക് കാണാൻ പറ്റിയ, കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു പരിപാടിയല്ല ബിഗ് ബോസ്. അവരെ ഇതൊക്കെ കാണാൻ പിടിച്ചിരുത്തി മുരടിപ്പിക്കരുത്. വേണമെങ്കിൽ ഈ പരിപാടിയുടെ ഡബിൾ സ്റ്റാൻഡേർഡ് മനസ്സിലാക്കി കൊടുക്കാം. അവർ കാര്യങ്ങൾ മനസ്സിലാക്കി വളരട്ടെ. ജാസ്മിന്റെ തലമണ്ട അടിച്ചു പൊട്ടിച്ച് അവളുടെ തലച്ചോറ് പുറത്തു വരുന്നത് എനിക്ക് കാണണം. അത് ചെയ്യുന്നവരെ പുറത്തു വന്നാൽ പൂമാലയിട്ട് ഞാൻ ആനയിക്കുമെന്നാണ് മറ്റൊരു കമന്റ്. നേരത്തെ പറഞ്ഞ സാഡിസ്റ്റിക് പ്ലഷർ കാരണം പൊളയുന്ന ഒരാളാണെന്ന് തോന്നുന്നു. ചുരുക്കി പറഞ്ഞാൽ മോഹൻലാൽ ആഴ്ചയിൽ വന്ന് സത്യസന്ധമായി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൈൻഡ് വോയിസ് പറയുന്നത് ഇങ്ങനെയായിരിക്കും: ജാസ്മിനും ഗബ്രിയും ഇനിയും ഈ പ്രേമം തുടരണം, കാരണം അതാണ് മെയിൻ കണ്ടന്റ്. പിന്നെ ജാൻമണി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശപിക്കണം, എന്നാലേ അതിട്ട് പ്രൊമോ ഞെട്ടിക്കാൻ പറ്റൂ. പിന്നെ ജാൻമണിയുടെ ആക്സെന്റ് ഒക്കെ വെച്ച് കുറെ ട്രോള് കയറി ബിഗ് ബോസ് അങ്ങ് വൈറലായിക്കൊള്ളും. റോക്കി ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നത് ഗംഭീരം. ഇത്തിരി BGM ഒക്കെ കയറ്റി കിടിലൻ പ്രൊമോ ഉണ്ടാക്കാൻ പറ്റി. നിങ്ങളുടെ ഇത്തരം ഏടാകുടങ്ങളാണ് നമ്മുടെ ഷോയുടെ ഐശ്വര്യം. ഇനി കുറച്ച് സ്ത്രീ വിരുദ്ധത, ഹോമോഫോബിയൊക്കെ ആരെങ്കിലും എടുത്ത് പ്രയോഗിക്കുക. എല്ലാവരും അതിന് റിയാക്ട് ചെയ്ത് സംഭവം കത്തട്ടെ. ഇതൊന്നുമില്ലാതെ വാഴകളായി നിൽക്കുന്നവരെ ഓരോ ആഴ്ചയിലായി കെട്ടുകെട്ടിക്കും. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചാണ് ഈ ബിഗ് ബോസും ലാലേട്ടനും കണ്ടസ്റ്റൻസിനെ ഡീസന്റ് ആക്കാൻ നോക്കുന്നത്. ചതി, വഞ്ചന, വായിട്ടലയ്ക്കൽ, ഹരാസിംഗ്, ബുള്ളിയിങ്, കുത്തിത്തിരിപ്പ്, പ്രേമം ഇതൊക്കെയാണ് ബിഗ് ബോസിലെ മെയിൻ കണ്ടന്റ്. ഇതൊന്നും ചെയ്യാത്തവരെ ബിഗ് ബോസ് അധികകാലം വഴിക്കില്ല. കാരണം പ്രേക്ഷകർക്ക് ഇതൊക്കെ കാണാനാണ് ഇഷ്ടം എന്നത് തന്നെ. അതൊക്കെ അങ്ങനെ തന്നെ പോട്ടെ. എന്നാൽ അത് ലക്ഷ്യം വെച്ചുള്ള ഷോയിലെ ഈ മര്യാദ പഠിപ്പിക്കലാണ് അസഹനീയം. ഇപ്പോ ഈ ഗബ്രിയുടെ പ്രേമം കാണാൻ വയ്യേ, ജാസ്മിൻ കുളിക്കുന്നില്ലേ, ജിൻഡോ മണ്ടനാണ് എന്നൊക്കെ വിലപിക്കുന്ന ആളുകൾ ഇവർക്ക് പകരം വളരെ പെർഫെക്റ്റ് ആയ മറ്റു മത്സരാർത്ഥികളെ വെച്ചാൽ ഇവർ ഈ ഷോ കാണുമോ? ഇല്ല. അപ്പൊ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക്
ഇവരോടൊക്കെ നന്ദി വേണം. ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടല്ലേ പ്രേക്ഷകർക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്താണ് ബിഗ് ബോസ് ഷോയെ കുറിച്ച്, പ്രത്യേകിച്ച് ഇത്തവണത്തെ ഷോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.